ഒരു മഴക്കാല അപാരത എന്ന നമ്മുടെ ഈ എപ്പിസോഡ് ഇവിടെ വച്ച് സ്റ്റാർട്ടാകുന്നു. എല്ലാവർക്കും വളരെ ഹാർദവമായി ഈ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നതാണ്. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്തിട്ട് വീഡിയോ കാണണേ. ഈ കായ ഉണ്ടോ? ഈ കായന് എന്താ പേര് പറയണേ? പൊട്ടങ്കായോ? നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ കഴിക്കാറുണ്ട്. ഓർമ്മയുണ്ടോ? ഈ കായ ഒരുപാടുണ്ട് കേട്ടോ ഇവിടെ. ഉണ്ടോ? ഒരുപാടുണ്ട് ഇവിടെ. ഇവിടെയാട്ടോ വളയഞ്ചിറങ്ങരയിലെ പുരാതനമായ വരിക്കാശ്ശേരി മനയുള്ളത്. ഇതാണ് മനയ്ക്കപ്പടി ലൈബ്രറി. ഇത് ഒരുപാട് വർഷം പഴക്കം ഉള്ള ലൈബ്രറിയാണ്. ഇപ്പോഴും നല്ലോണം പ്രവർത്തിക്കുന്ന ലൈബ്രറി കേട്ടോ. മഴക്കാല അപാരത, നല്ല സൂപ്പർ മഴ. അങ്കണവാടി അങ്ങോട്ടൊന്ന് പോവാം. കണ്ടാറാണ് വിളിച്ച്. എങ്ങനെയുണ്ട് ചേട്ടാ? മഴയൊക്കെ ഉണ്ടോ? യൂട്യൂബ് പിടിച്ചോണ്ടിരിക്കുക. യൂട്യൂബ്. നല്ല മഴയാ. ഇന്നലെയാണെ പെയ്തുമില്ല. അപ്പോൾ ഗേസ്, ഇതാണ് നമ്മുടെ മീൻപിടുത്ത സ്പോട്ട്. ഇവിടെ ഒരുപാട് പേര് വന്ന് മീൻ പിടിക്കാറുണ്ട്. ഈ ലൊക്കേഷൻ്റെ പേരാണ് നമ്മുടെ പെരുമ്പാവൂർ വെങ്ങോല പഞ്ചായത്തിൽപ്പെട്ട കോഴിപ്പാടം എന്നുള്ള തോടാണിത്. ഇപ്പം മഴയൊന്ന് പയ്യെ ഒതുങ്ങി നിൽക്കുവാണ്. ഞാൻ അതുകൊണ്ടാണ് മീൻ പിടിക്കാനുണ്ട്. ഞാൻ പറഞ്ഞ കുറച്ച് വല്യപ്പന്മാരൊക്കെ എല്ലാം കാണിച്ചു തരാം നിങ്ങളെ. ഓക്കെ, വല്യപ്പന്മാർ മീൻ പിടിക്കുന്നതും ഈ സംഭവങ്ങളും എല്ലാം കാണിച്ചു തരാം കേട്ടോ. കണ്ടോ എന്ത് മനോഹരമായ കാഴ്ച. സൂപ്പറല്ലേ. ഒരു പോത്തുംകൂട്ടനെ അവിടെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. കുഞ്ഞു പോത്ത. ആശാൻ കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക യജമാനെ കാണാഞ്ഞിട്ടേ.
നല്ല രസമാട്ടോ ഇവിടെ. പുള്ളി വെള്ളത്തിൽ ഇങ്ങനെ മറയുക. ഊത്ത കയറിയിട്ടുണ്ട്. ഊത്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മീനൊക്കെ ഈ മഴക്കാലത്ത് കയറില്ല പാടത്ത്, എല്ലാവർക്കും അറിയായിരിക്കും. പിന്നെ നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ആശാൻ ഇങ്ങനെ എൻജോയ് ചെയ്യുകയാണ്. കണ്ടോ, പുല്ലൊക്കെ തിന്ന് നല്ല നനുത്ത പുല്ലും. അവനറിയില്ലല്ലോ ഒരു 6 മാസം ഇല്ല 1 വർഷം കഴിയുമ്പോൾ അവനെ വെട്ടുമെന്ന് അവനറിയില്ല. എന്തെങ്കിലും റീലോ എന്തെങ്കിലും ഷൂട്ട് ഒക്കെ നടത്തണമെങ്കിൽ ഇവിടെ വരാം. അടിപൊളി പ്ലേസ് കേട്ടോ. കണ്ടോ, ഈ ചെടിയൊക്കെ ഇവിടെ സെൻറ്റ് മേരീസ് സ്കൂളുണ്ട് തിരുത്തിപ്പള്ളി, അവർ നട്ട ചെടികളാണ്. പിള്ളേരൊക്കെ ഇത് നമ്മുടെ വണ്ടി. കണ്ടോ ആ നേച്ചർ നോക്കി, വാട്ട് എ ബ്യൂട്ടി. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ഇനി നമുക്ക് അങ്ങോട്ട് ഇറങ്ങിച്ചെല്ലാം. കണ്ടോ, ഇതുപോലെ പയ്യെ 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 ഇറങ്ങി. ഇത് ഞാൻ പറഞ്ഞില്ലേ, വെങ്ങോല ഗ്രാമപഞ്ചായത്തിൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം നിർമ്മിച്ച തോട, പുനരുദ്ധാരണം നടത്തിയ തോടാട്ടോ. അതിൻ്റെ ഒരു ശിലാഫലകമാണ് സ്ഥാപിച്ചത്. ഈ പക്ഷിക്ക് ഇവിടെയൊക്കെ മഴപ്പക്ഷി എന്ന് പറയും. മഴയുടെ വരവ് വീണ്ടും അറിയിച്ചുകൊണ്ട്. ഇവിടെ ഒരു കൊച്ചു മീൻപിടുത്തക്കാരനെ പരിചയപ്പെടാം. പയ്യൻ അവിടെ ഇരുന്ന് തീരെ ചൂണ്ടിയിടല. നമുക്ക് നോക്കാം, ചെറുക്കനോട് ചോദിച്ചു നോക്കാം എന്തെങ്കിലും കിട്ടിയെന്ന് നോക്കാം. ചെറുക്ക എന്തെങ്കിലും കിട്ടിയോ? മീൻ എന്തെങ്കിലും കിട്ടിയോ? കുറേ ഈ വാൽമാക്കരുടെ കുഞ്ഞുങ്ങളാന്ന് തോന്നുന്നു. കുറേ കണ്ടോ, ഈ വെള്ളത്തിൽ കൂടെ ഓടി കളിക്കണുണ്ടോ തവളക്കുഞ്ഞുങ്ങൾ. ഈ സംഭവം ഒരുപാടുണ്ട് കേട്ടോ. ഇവിടെ ഒരു ബ്രോയുടെയും 2 മക്കളുടെയും മീൻപിടുത്തം കേട്ടോ. ഞാഞ്ഞൂലിനെ കുളത്തി. പള്ളത്തേക്ക് ഉണ്ടെന്ന് തോന്നൂല അവിടെ ഇതിനുള്ളിൽ. പരലും പിന്നെ ഈ സംഭവം എന്താ? ഈ കുഞ്ഞു കുഞ്ഞു മീൻ കാണാൻ പറ്റുമെന്നറിയില്ല. ഫോൺ ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ ചെറുക്കം പിടിച്ച മീൻ. ഇതല്ലേ കണ്ടോ, ചെറുക്കൻ്റെ മീൻ കണ്ടോ?
ഓക്കെ, നോക്കാം. അപ്പരലി പരല് പരല് പൂവാലി പരല് പരല് ഇന്നലെ നേരത്തു പരല് വെള്ളത്തിലോടണല്ല. മോനെ ശ്രദ്ധിച്ചിട്ടോ, അങ്ങനെ ചാഞ്ഞ് നോക്കുമ്പോൾ താഴേക്ക് വീഴാൻ നോക്കണം കേട്ടോ. കുറേ നേരം ട്രൈ ചെയ്താലാണ് നമുക്ക് കിട്ടുള്ളൂ. ക്ഷമ വേണം. ശരിക്കും പറഞ്ഞാൽ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കണത് നല്ലതാണെന്ന് അറിയില്ലേ, മീൻ കിട്ടാനൊക്കെ എളുപ്പമുണ്ട്. ചൂണ്ട കൊരുത്തിപ്പോയി അവിടെ അല്ലേ. വാവ്, കൊത്തിയായിരുന്നോടാ? കുഴപ്പമില്ല, ട്രൈ ആൻഡ് ട്രൈ അഗൈൻ. ഇരയുണ്ടോന്ന് നോക്കി, അതിൽ ഇര പോയോ? കുറേ വാൽമാക്രി കുഞ്ഞുങ്ങൾ ഇങ്ങനെ നീന്തി കളിക്കുന്നുണ്ട്. കൊത്തട്ടെ കൊത്തട്ടെ. മോനെ ചേട്ടൻ അപ്പോഴത്തേക്കും അപ്പുറം 2 വല്യപ്പന്മാർ മീൻ പിടിക്കുന്നുണ്ട്. അവിടെ പിന്നെ ഒന്ന് പോയിട്ട് വരാം കേട്ടോ. നമുക്ക് 2 ചേട്ടന്മാരെ കിട്ടിയിട്ടോ. അവരുടെ മീൻപിടുത്ത വൈദഗ്ധ്യം നമുക്കൊന്ന് നോക്കാം. പാടത്തൊക്കെ വെള്ളം, നമ്മുടെ തോട്ടിലെ വെള്ളം പാടത്തേക്ക് കയറി കിടക്കുകയാണ്. ഊത്തപിടുത്തം എന്ന് പറയും നമ്മുടെ നാടൻ ഭാഷയിൽ. ആ ഒരു വീഡിയോ ആണ് നിങ്ങളെ കാണിച്ചു തരുന്നത്. ചേട്ടന്മാരുടെ അഭിപ്രായം ചോദിക്കാം, ഇന്നത്തെ സംഭവം എന്നാണ്. എന്തായെന്ന്. ഓക്കെ, ഇന്നത്തെ മീൻപിടുത്തം എങ്ങനെയുണ്ട് ചേട്ടാ? കൊള്ളായിരുന്നോ? എന്തെങ്കിലും തടഞ്ഞോ? ഇല്ല അല്ലേ. ഇവിടെ മീൻ പൊതുവെ കുറവാണോ? പൊതുവെ കുറവായിട്ടാണ്. ഇതാണ് കുറവല്ലേ? അല്ല, ഉണ്ടായിരുന്നു അല്ലേ? ഞാൻ കാണാറുണ്ട് ഇവിടെ നമ്മുടെ തോട്ടിൽ നിന്നൊക്കെ മീൻ പിടിക്കണേ. അപ്പം ഇന്ന് കുറവായിരുന്നു പുതിയ മീൻ പിടുത്തേ. അപ്പം നമ്മളെ ഇര എന്താ ഏട്ടാ ഇടണേ? നമ്മളെ ഞാഞ്ഞൂലാണോ അതോ ഞാനൂട്ടണല്ലേ? ഈ മറ്റേ ചെമ്മീനൊക്കെ ഇടാറില്ലേ? ഇടാറില്ലല്ലേ? ഇവിടെ എന്താ കിട്ടണേ? പള്ളത്തേക്കാണോ? ബ്രാല് കറുവപ്പൊക്കെ കിട്ടും അല്ലേ? ചിലപ്പോൾ കാരി കിട്ടും. കാരി സംഭവം സെറ്റപ്പാ. ശരിക്കും പറഞ്ഞാൽ മഴയും കൂടെ പെയ്യുമ്പോൾ നമുക്ക് മീൻ കിട്ടാനുള്ള ഒരു കൂടുതൽ സാധ്യതയുള്ളൂ അല്ലേ? മഴ പെയ്ത് പാടത്ത് വെള്ളം നിൽക്കണം. മഴ പെയ്ത് കഴിഞ്ഞല്ലേ? മഴ പെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ല അല്ലേ? കിട്ടില്ലല്ലേ? അപ്പോൾ ശരിയേട്ടാ, നടക്കട്ടെ. നമ്മുടെ ചേട്ടന്മാർ കഷ്ടപ്പെട്ടതിന് ഒരു ചെറിയ മീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോട്ടോ. കാണിച്ചു തരാം, ഐറ്റത്തെ കാണിച്ചു തരാം. നമ്മുടെ ഐറ്റം കണ്ടോ, കിടുവല്ലേ? ഇതെന്താട്ടെ ഈ മീനിൻ്റെ പേര്? ബ്രാല്. ചില സ്ഥലത്ത് കണ്ണെന്ന് പറയും. ബ്രാലല്ലേ? ചില സ്ഥലത്ത് കണ്ണെന്ന് പറയും. ഇതാണ് നമ്മുടെ ബ്രാല്. കണ്ടോ, ഇതിൻ്റെ പേരാണ് ബ്രാല്. ചില സ്ഥലങ്ങളിൽ ഇത് കണ്ണൻ മീൻ എന്ന് പറയും. നല്ല സൂപ്പർ സാധനം. ഇത് ചൂണ്ടേ കൊളുത്തില്ല കേട്ടോ, ചൂണ്ടേ കൊളുത്തിയ മീൻ കണ്ടോ. ഫുൾ സൈസ് വീഡിയോ.
ഓക്കെ ചേട്ടാ, നടക്കട്ടെ, അടുത്ത പരിപാടി നടക്കട്ടെ. ഇപ്പോൾ തൊട്ടടുത്ത വേറൊരു സ്ഥലത്ത് നമുക്ക് മീൻ പിടിക്കുന്നത് കാണാം. അതിലേക്ക് പോകാം. ഓക്കെ. സംഭവം വെള്ളമെല്ലാം അങ്ങനെ കയറി കിടക്കുവാണ് പാടത്തേക്ക്. നല്ല ബ്രാലും സംഭവമെല്ലാം ഉണ്ട്, ഇടയ്ക്ക് കിട്ടാറുണ്ട്. ഇവിടെയാണെങ്കിൽ മഴയൊക്കെ മാറി നിൽക്കുന്നൊരു അവസ്ഥയാണ്. ആ ചേട്ടന് വല്ലതും കിട്ടിയോ? ആ, അങ്ങനെ ആഞ്ഞ് പിടി ബ്രോ അങ്ങട്. പിന്നെ അല്ല ബ്രോയുടെ നല്ല തീറ് ചൂണ്ട കേട്ടോ. ചൂണ്ട ഇവിടെ നിന്ന് ചൂണ്ടക്കുളത്തൊക്കെ എറിയുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ ഒരു 50-100 മീറ്ററൊക്കെയാണ് തെറിച്ച് അങ്ങേറ്റത്ത് പോയി വീഴുന്നത്. പക്ഷേ എന്ത് ചെയ്യാം, മീനൊന്നും കിട്ടണില്ല. അതുകൊണ്ട് ബ്രോ ആകെ ഇന്ന് ശോകം അവസ്ഥയാണ്. ഒന്നും കൊത്താണല്ലോ അല്ലേ? ഏരിയ ഒന്ന് മാറ്റി പിടിച്ച് നോക്കി. അതെ, പിന്നെ 2 വല്യപ്പന്മാരാണ് ഇത് അപ്പുറേന്ന് പിടിച്ചായിരുന്നു. ഇത് ആവശ്യമല്ലേ, അവിടെ ബ്രാലിന് കിട്ടിയായിരുന്നു നല്ലൊരു വശത്തായിട്ട്. ഏതാ കയറിണ്ടല്ലേ? ഓക്കെ. ഈ ഭാഗത്തുള്ള പിടിച്ച് തീർന്നതാണ്. കിട്ടിയായിരുന്നു അല്ലേ? അതെ. അപ്പൊ ഇതിന്റെ ഇര എന്താ കൊളുത്തണേ? ഓക്കെ ഓക്കെ. കണ്ടോ, ഇതാണ് ബ്രോസ് ഇര. ഈ സാധനം സംഭവം ബ്രോ നിരാശനാവണ്ട ബ്രോ, ബി കൂൾ. ഇന്ന് ബ്രോയുടെ ദിവസം അല്ലാന്ന് കൂട്ടിയാൽ മതി. വീണ്ടും നാളെ വന്ന് താർഗ്. ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്തൊരു നമ്മുടെ വല്യപ്പൻ്റെ ഗ്യാങ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ആയിട്ടുള്ള ആൾക്കാരുടെ മീൻപിടുത്തം നോക്കാം. പുള്ളി ഭയങ്കര എക്സ്പീരിയൻസ്ഡ് മീൻപിടുത്തക്കാരനല്ലേ? 2 വല്യപ്പന്മാർ. അതെ അതെ. ചെറുക്കനും കയറ്റത്തുണ്ട്. അവർക്ക് 2 പള്ളത്തിനെ കിട്ടി, ചെറിയ പരലിനൊക്കെ. ചേമ്പിൻ്റെ ഇതിലൊക്കെ ഉടക്കിയിരിക്കും ചൂണ്ട, അതായത് പ്രശ്നം. വേറെ കൊത്തിക്കൊണ്ട് പോയില്ലേ? അത് ഉടക്കിയിട്ട് പോയതായിരിക്കും. അതെ, അടുത്തേന് നമുക്ക് തകർക്കാം. ഇത്തവണ ചേട്ടൻ പിടിക്കുന്നതാണ് പറയണത്, നോക്കാം.
നമ്മൾ പറഞ്ഞ ആ പോത്തൊക്കെ ഇങ്ങനെ നിൽക്കുക, അത് അഴിച്ചുകൊണ്ട് പോകാൻ രാവിലെ കൊണ്ട് കെട്ടിയിട്ട് വൈകുന്നേരം അഴിച്ചുകൊണ്ട് പോകും. മറ്റേ അതാണോ അത് ഇവിടെ ചേച്ചി ചേച്ചി വന്നിരുന്നു. അവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ട് വെട്ടുണ്ട് മീനിലെ. ചേട്ടനൊന്ന് വലിയ കാര്യമായിട്ടൊന്നും തടഞ്ഞില്ല കേട്ടോ, ഒന്നും തന്നെ തടഞ്ഞില്ല. അപ്പോൾ ചേട്ടൻ പറഞ്ഞ ചില സമയത്തൊക്കെ ഇങ്ങനെയാടാവേ എന്തൊക്കെയാണ്. അതെ അതെ അതെ, ചെറിയ പ്രാണികളൊക്കെ പിടിക്കാനായിട്ട് കിളി നടക്കുമ്പോൾ വല്യപ്പന അപ്പുറം ഇറങ്ങി നിൽക്കുമെന്ന് എനിക്ക് തോന്നണം അല്ലേ. അവർ പോയി. ചേട്ടൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് നമ്മളെ ഇരയിട്ടിട്ട്. ചേട്ടാ, നമ്മൾ ഈ ചൂണ്ടയിലേ ഏത് ഇരയിട്ടാലാണ് നമ്മൾ പൊരുത്തണത്? വലിയ മീനൊക്കെ പിടിക്കണമെങ്കിൽ ബ്രാലൊക്കെ പിടിക്കണമെങ്കിൽ ജീവനുള്ള പരല് അല്ലെങ്കിൽ നമ്മുടെ വട്ടം എന്ന് പറഞ്ഞ സാധനമൊക്കെ കൊടുത്തെടുത്ത് കഴിഞ്ഞാൽ ജീവനോടെ ഇടണം. അതെ അതെ, അതിൻ്റെ വാലിൻ്റെ ആ ഭാഗത്ത് കൊടുത്തിട്ട് നീന്താൻ പാകത്തിനിട്ട് കഴിഞ്ഞാൽ നല്ല മീൻ പിടിക്കൂലേ, വലിയ മീൻ. പിന്നെ കറുപ്പ് കാര്യമൊക്കെ പിടിക്കണമെങ്കിൽ ഈ മണ്ണിര മതി. മണ്ണിര. അപ്പം നമ്മൾ ചെമ്മീനൊക്കെ ഇടില്ല, ചെമ്മീനൊക്കെ ഇവിടെ കിട്ടാൻ പാടാം. ഇട്ട് കഴിഞ്ഞാൽ നല്ല മീനൊക്കെ കിട്ടും. കാര്യം ഇവിടെ അതിന് ജീവനോടെ കിട്ടാൻ പാടാം. അതുകൊണ്ട് അതൊന്നും ഇട്ടില്ല. ആൾക്കാർ അധികവും ഈ മണ്ണിരയും പിന്നെ കോഴിയുടെ കുടല് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഇടുന്നത്. അപ്പം നമ്മൾ ഈ മണ്ണിരയും കോഴിയുടെ കുടലും ഒക്കെ ആയിട്ട് ഇവിടെ ഇടണേ. കാരണം അത് ഇട്ടാലാണ് കൂടുതൽ മീൻ പെട്ടെന്ന് കൊത്തോളൂ. ഇവിടെ ഏതൊക്കെ മീനായിട്ടാണ് ഉള്ളത്? മറ്റേ ബ്രാലും, ചേറുണ്ട്, ബ്രാലുണ്ട്, കാരി, കറുപ്പ്, എല്ലാ മീനും നല്ല ഇടും. നല്ല മഞ്ഞിലൊക്കെ ഉണ്ട്, നല്ല വലിയ മഞ്ഞില്. അതിനൊക്കെ രാത്രി തന്നെ. ഓക്കെ ഓക്കെ, രാത്രി ഇട്ടാലാണ് ആൾക്ക് കിട്ടുള്ളൂ. രാത്രി വന്ന് ഇവിടെ മീൻ പിടിക്കാനുള്ള ആൾക്കാർ കഷ്ടന്മാരുണ്ട്. ഒരു ദിവസം രാത്രി വന്നു കഴിഞ്ഞാൽ മഞ്ഞിൽ ഉണ്ടാവും. അപ്പോൾ ശരി ചേട്ടാ. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ സമാപിച്ചിരിക്കുന്നു. ഇനിയും നല്ല നല്ല കണ്ടൻറ്റുള്ള വീഡിയോ ആയി നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ എനിക്ക് പ്രോത്സാഹനവും അതുപോലെ സപ്പോർട്ടും തന്ന എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയുമായി സന്ധിക്കും വരെ വണക്കം ഗേസ്.